അതെന്താടാ ചന്ദ്ര, ഇന്ന് വൈകിയോ? കെട്ടുവരാൻ കുറച്ച് വൈകി മാഷേ. മാഷിന്റെ ഇളയമോനും കുടുംബം വന്നു കേട്ടല്ലോ. അതെന്താ, പത്രത്തിൽ വന്നിട്ടുണ്ടോ? അവരിന്നലെ രാത്രി എത്തിയിടോ. അതിന്റെ സന്തോഷം മാഷിന്റെ മുഖത്തുണ്ട്. അതേടോ, മനസ്സേറെ സന്തോഷ. നഷ്ടപ്പെട്ടെന്തോ തിരിച്ചു കിട്ടിയ പോലെ. എന്നാ ശരി മാഷേ, ഞാൻ പോട്ടെ. രാവിലെ തന്നെ സ്വപ്നത്തിലാണല്ലോ മാഷേ. നീയോ? ഓ, മാഷിനിപ്പോ നമ്മളൊന്നും വേണ്ടല്ലോ. ഓ, കുശുമ്പ് കുശുമ്പ്. അയ്യടാ, മുത്തശ്ശൻ പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് വെച്ചോളൂ. അല്ല, അവരെവിടെ? അവരെ എണീക്കാൻ സാധ്യതയില്ല. എന്നാ ശരി, ഞാൻ വൈകുന്നേരം വരാം. ക്ലാസ് കഴിഞ്ഞ് വരൂ കേട്ടോ. ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അവന് വലിയ സന്തോഷമാവും. വാ. ഒന്ന്, രണ്ട്, യേശു, ഇങ്ങ് വാ. ആരെയും എന്തെങ്കിലുമൊക്കെ തന്നെ മേടിച്ച് കഴിക്കരുതെന്ന് പറയത്തില്ലേ? അച്ഛ, കഴിക്കാൻ വരൂ. മക്കളും വാ. ഇല്ല അച്ഛ, ഞങ്ങൾ കഴിച്ചു. അച്ഛനുള്ളത് അകത്തിരിപ്പുണ്ട്. എനിക്ക് ലീവൊന്നും നീട്ടിക്കൂടെ കുറച്ച് നാളത്തേക്ക്? ഇല്ല,
നാളെ തന്നെ പോയേ പറ്റൂ. അവിടെ 100 കൂട്ടം പണിയുണ്ട്. പിന്നെ വന്നത് തന്നെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാ. എന്തായി കാണിക്കണേ? മഴയത്ത് കളിക്കാൻ ആരാ പറഞ്ഞേ? വല്ല പനിയും വന്നാ പെട്ടെന്ന് പോകാൻ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത സ്ഥലാ ഇത്. മോനെ, അച്ഛന് ചിലയിടങ്ങൾ വരെ പോകാനുണ്ട്. അതിന് വൈകിച്ചുകൂടാ. ഈ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴാ മടങ്ങി വരാമെന്ന് പറയാനും പറ്റും. ചിലപ്പോൾ വന്നില്ലെന്നും വരും. ഇത് വാങ്ങിക്കുക. വസ്തുവകളുടെ ആധാരം എൻ്റെ 2 മക്കൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടെ ഇഷ്ടംപോലെ തീരുമാനിക്കും. നമ്മൾ മരങ്ങൾ വയ്ക്കും. അവ സ്വന്തമായി വളവും വെള്ളവും ആർജിച്ചെടുക്കുന്നത് വരെ നമ്മൾ നട്ടു വളർത്തും. എന്നാലൊരു പരിധി കഴിഞ്ഞാൽ മാനം തൊട്ട് നിൽക്കുന്ന ആ വൻമരങ്ങളെ നോക്കി ആത്മകഥം കൊള്ളാറാണ് നാം പതിവ്. അതുകൊണ്ടായിരിക്കാം കാരണവന്മാർ പറഞ്ഞത് മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത്. ഇത് വാങ്ങിക്ക. ഈ വരവ് എല്ലാം കൊണ്ടൊരു ബുദ്ധിമുട്ടായല്ലേ? ഈശ്വര, തീരുമാനങ്ങളൊക്കെ എടുത്ത സ്ഥിതിക്ക് എന്തായാലും ചേട്ടനും കൂടി വരട്ടെ. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് പേരെ ഏർപ്പാടാക്കിയതാണ്. പക്ഷെ അവരെയൊന്നും അച്ഛൻ കൂടെ നിർത്തുന്നില്ല. മക്കളുടെ സ്നേഹവും സംരക്ഷണവും പോലെ വരില്ലല്ലോ വില കൊടുത്ത് വാങ്ങുന്ന സ്നേഹം. ഈ പ്രായത്തിൽ അവരെ നോക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളേ? നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. നീ ഏട്ടനൊന്ന് വിളിക്കും. ആ ഏട്ടാ, ആ ആ ഇത് ഇനി അച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ. ഈ സന്തോഷം ഇനി എന്നും ഇവിടെ ഉണ്ടാവും.